ചോദിച്ചപ്പോഴൊക്കെ, നിങ്ങളുടെ ആവശ്യമായി അവരുടെ മുമ്പിൽ പോയപ്പോഴൊക്കെ നോ നോ, ഇപ്പോൾ പറ്റത്തില്ല, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, നടക്കത്തില്ല. ഇതല്ലേ നിങ്ങൾ കേട്ടത്? അല്ലേ? പ്രിയപ്പെട്ടവരുടെ അടുക്കൽ നിന്ന്, സഹായിക്കുമെന്ന് കരുതിയവരുടെ അടുക്കൽ നിന്ന്, ആ ഓഫീസിൽ നിന്ന് ആണേ. എന്നാൽ ഇനി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ചോദിച്ചു നോക്കിയാലോ? അവർ തരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ പ്രാർത്ഥനയുടെ ദിവസനിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിനടിസ്ഥാനമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനവും കൂടെ പങ്കുവെച്ച് അല്പമായി ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ പിന്നാലെ ചെന്ന്, ആരുടെ? നിങ്ങൾക്ക് വേണ്ടത് ഉള്ളവരുടെ പിന്നാലെ ചെന്ന്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതവരുടെ കയ്യിലുണ്ട്. അത് നിങ്ങളുടേതായി തീരുവാൻ തക്കവണ്ണം അസൈൻ ചെയ്യുവാനുള്ള അധികാരം, അതോറിറ്റി അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവരത് ചെയ്യുന്നില്ല. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ വിവരിച്ചു പറഞ്ഞു, അവർ ചെയ്യുന്നില്ല. സഹായിക്കണമെന്ന് പറഞ്ഞു, കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ. ഇല്ലേ സഹോദരി? ആ ഒപ്പൊന്നിട്ട് കിട്ടാൻ വേണ്ടി ആ ലോണ് പാസ്സായ എങ്ങനെയെങ്കിലും കൊച്ചു രക്ഷപ്പെടും. പക്ഷെ ഒരു രക്ഷയുമില്ല. ആണേ, ആ ക്യാഷ് കിട്ടിയാൽ കല്യാണം നടക്കും. കൊടുക്കാം, പറ്റിക്കാനൊന്നും അല്ലല്ലോ, പക്ഷെ തരുന്നില്ല. ഇപ്പം മടുത്ത് നിൽക്കുക. ഇനി വയ്യ, ഇനി എന്നെ കൊണ്ടുപോയി, ഇനി ആരെയും പിന്നാലെ നടക്കാൻ വയ്യ. ആ വീട് അങ്ങനെ നിൽക്കട്ടെ, ആ പണി പകുതിയിൽ തന്നെ അവിടെ കിടക്കണമെന്ന് എന്നല്ലേ ഉള്ളൂ. ആലോചിക്കുമ്പോൾ സങ്കടം, എങ്കിലും കുഴപ്പമില്ല. ഇനിയും കൈനീട്ടി നടക്കാൻ വയ്യ. ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം. കടം തീരൂല, ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല, മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ, അത്രയല്ലേ ഉള്ളൂ. എങ്കിലും വീണ്ടും ഇപ്പോൾ ഇങ്ങനെ നാണം കെട്ട്, അതുകൊണ്ട് വേണ്ട. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ പലരുടെയും നിസ്സഹകരണം മുഖാന്തരം നടക്കാതിരിക്കുന്നു. പലരും കനിയാത്തത് കൊണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പോയി നിങ്ങളുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു, സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പോയിട്ട് യേശുവിൻ്റെ നാമത്തിലൊന്ന് പറയും. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുക. ഓ സ്തോത്രം! യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുക. അത് ചോദിക്കുന്നത് എവിടെയാണ്? ആമേൻ. കാനഡയിലായിരിക്കുന്ന ഞങ്ങളൊരു മോള്, ആമേൻ, ഞങ്ങളുടെ പ്രൈസർ കുടുംബത്തിലൊരു അംഗമാണ്. അവൾ കാനഡയിൽ പോയി. ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടത്തിൻ്റെ അവസ്ഥയിലിട്ട് അവൾ എത്തിച്ചേർന്നു. വലിയ മെച്ചമുള്ളൊരു കുടുംബമൊന്നുമല്ല കേട്ടോ. ഒത്തിരി കടമൊക്കെ വാങ്ങിയ ഇത് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്താൽ പോയത്. പഠിച്ചുകൊണ്ടിരുന്ന സമയം വരെ അവിടെ ചെറിയൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവൾ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ പഠനം നിർത്തിയത് ജോലി തിരിച്ചു വരേണ്ട ഒരവസ്ഥയായി. അപ്പോൾ ഇവളുടെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ ബയോഡേറ്റ കൊടുത്ത്, CV കൊടുത്തു, ഇവൾ സംസാരിച്ചു. പക്ഷേ അവൾ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ, അങ്ങളെ എനിക്ക് എങ്ങനെ എൻ്റെ അവസ്ഥ പറയണമെന്ന് അറിയത്തില്ല. ആ വിധത്തിൽ ഞാൻ പറഞ്ഞു. ഞാൻ കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ അങ്ങളെ, കാല് ആ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ ആരെയും മനസ്സലിയുന്നില്ല അങ്ങളെ. എനിക്ക് തിരിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങളെ. ഭയങ്കര സങ്കടം, കരച്ചിലും. വീട്ടിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്നെ വിളിക്കും, പാസ്റ്ററെ മോള് വിളിച്ചോ. അപ്പോൾ ഈ സങ്കടം അതുപോലെ പറയാൻ പറ്റത്തില്ല. അവൾക്കവിടെ ആഹാരമില്ല. കൂട്ടുകാരുടെ ദയാദാക്ഷിണ്യം കൊണ്ട് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അറിയാമല്ലോ. അത്രയും സങ്കടത്തോടിരിക്കുന്നത്. അങ്ങനെ ആ മോക്ക് വേണ്ടി ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആമേൻ, അവളോട് എൻ്റെ നാമത്തിൽ ചോദിക്കാൻ പറയും, എൻ്റെ പേരിൽ ചോദിക്കാൻ പറയും, എനിക്ക് വേണ്ടി ചോദിക്കാൻ പറയും. ആമേൻ. അപ്പം ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ നിൻ്റെ അവസ്ഥയല്ലേ നീ പറഞ്ഞു, ഇനി നമുക്ക് യേശുവിന് വേണ്ടി ചോദിച്ചു നോക്കിയാലോ. അത് അവരുടെ മുമ്പേ അല്ല, പ്രാർത്ഥനാ മുറിക്കകത്ത്, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ. ആമേൻ.
അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഉപവാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് അവിടെ PR വരെ ഉള്ള പെങ്കൊച്ച. വരുന്ന ദിവസങ്ങളിൽ അടുത്ത സന്തോഷങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രവേശിക്കുവാൻ പോകുന്നു. ആമേൻ. അവളുടെ സാഹചര്യം പറഞ്ഞിട്ട് കിട്ടാത്തത് യേശുവിൻ്റെ നാമത്തിൽ കിട്ടി. അവൾ പോയിട്ട് നടക്കാത്തത് പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് അവൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുവാൻ തുടങ്ങും. ഓ ഷബാറി തലമാശകൻ, നിങ്ങൾക്ക് തരുവാൻ കഴിയുന്നവരെ വിട്ടുകളയരുത്. ആ സ്ഥാപനത്തെ വിട്ടുകളയരുത്. സഹായിക്കുവാൻ കഴിവുള്ളവരെ വിട്ടുകളയരുത്. നോക്കൂ, വചനം എന്താ പറയുന്നത്? അവൻ്റെ പിന്നാലെ ചെന്നു. ഓ, അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, അവിടെ ഒരു ഉടമസ്ഥനുണ്ട്, ഇതിൻ്റെയൊക്കെ അതോറിറ്റി ഉള്ളവൻ ഒരുത്തനുണ്ട്, അവനോട് എനിക്ക് വേണമെന്ന് പറയുവിൻ. ആർക്ക്? നിങ്ങൾക്കല്ല, യേശുവിന്. ആ തൊഴിൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ളതാണെന്ന് പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് യേശുവേ, ഈ തൊഴിൽ എൻ്റെ മകളെ കെട്ടിക്കാൻ ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, വീട് വയ്ക്കാൻ ഓക്കെ, അതൊക്കെ അറിയാം, ജോലി കിട്ടി ഇതൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് അറിയാം. പക്ഷേ അറിയാത്തൊരു കാര്യം നീ യേശുവേ, ഇതെനിക്ക് നിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ളതാണ്. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. യേശുവേ, ഈ തൊഴിൽ നിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ളതാണ്. എനിക്കൊരു മെച്ചപ്പെട്ട ജീവിതമുണ്ടാകുന്നത് നിൻ്റെ നാമം ഉയരുവാൻ വേണ്ടിയാണ്. ഈ പരീക്ഷയിൽ എൻ്റെ തലമുറ ജയിക്കുവാൻ പോകുന്നത്, ഇൻ്റർവ്യൂവിൽ അവൻ പാസ്സാകുവാൻ പോകുന്നത്, അവിടെ അവനൊരു വഴി തുറക്കുവാൻ പോകുന്നത്, ഈ ബിസിനസ് പച്ച പിടിക്കുവാൻ പോകുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ, ദൈവത്തിന് വേണ്ടിയാണ്. ആമേൻ. സ്തോത്രം. നോക്കൂ, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള, ദൈവത്തിൻ്റെ നാമം ഉയരുവാനുള്ള ഒരു പദ്ധതിക്കുള്ള ശാല എവിടെ? അതാണ് ചോദ്യം. ദൈവത്തിൻ്റെ നാമം ഉയരുവാനുള്ള എൻ്റെ തൊഴിലെവിടെ? പിശാചിന് പിന്നെ അതിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ഓ സ്തോത്രം. അതിനുമേൽ അവകാശമുള്ള പിശാചിന് പിന്നെ അതിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർത്തേണ്ട എൻ്റെ തലമുറ എവിടെ? പിശാചേ, നിനക്കിനി അവരെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ചോദിക്കേ, എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തേണ്ട എൻ്റെ തലമുറ എവിടെ? എൻ്റെ ഭർത്താവിൻ്റെ ജോലി എവിടെ? അവൻ്റെ ഭാവി എവിടെ? അവളുടെ ഭാവി എവിടെ? അവളുടെ നന്മ എവിടെ? ശുശ്രൂഷ എവിടെ? നിങ്ങൾ ചോദിക്കും. ആമേൻ. എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തേണ്ട അതിനായിരിക്കണം കേട്ടോ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. ഒരുക്കിയ വലിയൊരു മാളിക, ഒരുക്കിയ ചിലത്, ദൈവം ഒരുക്കിയ ചിലത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ദൂതേറ്റെടുക്കും? ദൈവം ഒരുക്കിയ ചിലത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ചിലത്, തൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം ഒരുക്കിയ ചിലത് നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നു. യേശുവുമായി ചേർന്ന് മുൻപോട്ട് പോകുവാൻ കഴിയും വിധത്തിലുള്ളത് ഒരുക്കിയ തൊഴിൽ, ദൈവം ഒരുക്കിയ തൊഴിൽ, ദൈവം ഒരുക്കിയ കുടുംബജീവിതം, ദൈവം ഒരുക്കിയ ഭാവി, ദൈവം ഒരുക്കിയ മക്കൾ, ദൈവം ഒരുക്കിയ റിസൾട്ട്, ദൈവം ഒരുക്കിയ ബിസിനസ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം ഒരുക്കിയത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുവാൻ തയ്യാറാകുമ്പോൾ, അതുകൊണ്ട് വിട്ടുകളയരുതേ, മാറി നിൽക്കരുത്, മാറി നിൽക്കരുതേ, കൂടെ പോ. അത് നിങ്ങൾക്കുള്ളതാണ്, ആ ജോലി നിങ്ങൾക്കുള്ളതാണ്, ആ നന്മ നിങ്ങൾക്കുള്ളതാണ്. റെഡിയാണോ? പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അത് പ്രാപിക്കുവാൻ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കോൺടാക്റ്റ് ചെയ്യുക. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്കെന്ന വചന പരമ്പരയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. വളരെ ബ്ലെസ്സിങ് ആയ മെസ്സേജ് മുൻപോട്ട് പോകുന്നു. നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരും. ജോയിൻ ചെയ്യുക. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നാൽ പരിശുദ്ധാത്മാ നിറവിലുള്ള വാഗ്ദത്തങ്ങളും നിയോഗങ്ങളും പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ പ്രാപ്തരായി മാറുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. എന്നാ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ,
ഇവരുടെ അവസ്ഥകളും സങ്കടങ്ങളും പങ്കുവെച്ച് ഇവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് അങ്ങയുടെ നാമത്തിൽ ഇവർ പ്രാപിച്ചെടുക്കട്ടെ. ഇവരുടെ ഭർത്താവിനെ, ആ മദ്യത്തിനടിപ്പെട്ടു പോയ സഹോദരനെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഇവർ പ്രാപിച്ചെടുക്കട്ടെ. റാബാഷേക്കനെ ലോകവഴികളിൽ വീണുപോയ തലമുറകളെ ഇവർ പ്രാപിച്ചെടുക്കട്ടെ. നശിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ ഇവർ തിരികെ പിടിക്കട്ടെ. ഇവരുടെ തലമുറകളുടെ ആ ഉന്നത ഭാവിയെ, ഉയർച്ചയുള്ള അനുഭവങ്ങളെ ഇവർ പിടിച്ചെടുക്കട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുവേ, അങ്ങ് കൂടിയിരിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. വിദേശങ്ങളിലായിരിക്കുന്നവർ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ സ്വർഗ്ഗം നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കുന്നു. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. ആത്മീക ഭൗതിക മുന്നേറ്റത്തിന് കാരണമാകുന്ന വഴികൾ, വാതിലുകൾ തുറന്നു വരട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം ദൈവിക മഹത്വം അളവില്ലാതെ തന്നെ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.